എക്സാലോജിക് CMRL ഇടപാടിൽ SFIO നൽകിയ റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്നും സത്യവാങ്മൂലം. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന പരിശോധന വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ച് CMRനെതിരെ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ പണം നൽകി എന്നുള്ള സംശയം ഉണ്ട് എന്ന രീതിയിലുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ടാണ് SFIO ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നടത്തി. അതിനൊപ്പമാണ് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നുള്ള ഒരു വിമർശനം വന്നത്. പ്രത്യേകിച്ച് കാലിത്തീറ്റ കുംഭകോണത്തിന് സമാനമായ രീതിയിൽ വ്യാജ ബില്ലുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഇടപെടൽ അല്ലെങ്കിൽ ഈ ഇടപാടുകൾ നടത്തിയത് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അത് വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ രീതിയിൽ പണം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി തന്നെയാണ് എന്നുള്ളതാണ് SFIയുടെ നിലപാട്. അതോടൊപ്പം ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പണം നൽകിയെന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലുള്ളൊരു നിയമവിരുദ്ധമായ ഇടപെടൽ നടത്തിയെന്ന് പറയുമ്പോൾ അതിൽ വലിയ മാനങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകണം. അതോടൊപ്പം തന്നെയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖന് വേണ്ടിയാണ് ഈ പണം നൽകിയതെന്നുള്ള പരാമർശം ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയിട്ടുണ്ടോ എന്നുള്ളതിൽ പരിശോധന നടക്കുകയാണെന്നും SFIO പറയുമ്പോൾ, നേരത്തെയുള്ള CMRL രേഖകളിലെ PV എന്നുള്ള പരാമർശം കൂടി ചേർത്ത് നിർത്തി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് SFIO വിരൽ ചൂണ്ടുന്നതെന്നത് നിസ്സംശയം പറയാം. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടുകൾ, നേരത്തെ സ്വീകരിച്ച പ്രതിരോധ മുറകളൊന്നും ഇനി CPMനും മുഖ്യമന്ത്രിക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പ്രത്യേകിച്ച് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ള രീതിയിൽ ആരോപണങ്ങളൊക്കെ പരിഹസിച്ച് തള്ളിയ മുഖ്യമന്ത്രിക്ക് ഇനി ആ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ CMRലും എക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടുകൾ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ തികച്ചും നിയമവിധേയമായി നടത്തിയ ഇടപാടുകളാണ് എന്ന രീതിയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് സ്വീകരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് പറഞ്ഞത്. അപ്പോൾ ഈ ഇടപാടുകൾക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും നിയമവിരുദ്ധമാണെന്നും വ്യാജ ബില്ലുകൾ ചമച്ചെന്നും ഒക്കെയുള്ള SFIയുടെ കണ്ടെത്തലുകളിൽ ഇനി എങ്ങനെ CPM പ്രതിരോധമൊരുക്കുമെന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് CPM ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഈ പറയുന്ന എല്ലാ സമ്മേളനങ്ങളിലും ഏതാണ്ട് എല്ലായിടങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെയും ഭരണത്തിനെതിരെയും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ, വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം, വയനാട് ജില്ലാ സമ്മേളനങ്ങളാണ്. ഈ സമ്മേളനങ്ങളിലും സമാനമായ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പ്രതിരോധിക്കും CPM എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ വന്നതോടുകൂടി വീണയെ സംരക്ഷിക്കാൻ വേണ്ടി CPM തന്നെ മുന്നിട്ടിറങ്ങി പ്രസ്താവനകളുമൊക്കെ നടത്തി. ഇപ്പോൾ അത് പാളിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെങ്ങനെ സമ്മേളന പ്രതിനിധികളെയൊക്കെ ബോധ്യപ്പെടുത്തുമെന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. അങ്ങനെ വലിയ ഊരാക്കുടുക്കിലേക്ക് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയവും ഏറ്റവും ഗുരുതരവുമായ പരാമർശം എന്ന് പറയുന്നത്. CMRL ഈ രീതിയിൽ ഭീകര സംഘടനകളുമായി അടുത്ത് നിൽക്കുന്നവരുമായി അല്ലെങ്കിൽ അവർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതേ ഒരു സ്ഥാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അത് വലിയ അന്വേഷണങ്ങളിലേക്കുമൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജിയടക്കമുള്ള ആവശ്യങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കാൻ പ്രതിപക്ഷത്തിനൊക്കെ ഒരു അവസരം കിട്ടുകയാണ്. അത്തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കാം. വലിയ വിമർശനങ്ങളും പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി എന്ത് പറയും, CPM എന്ത് പറയും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ദൃശ്യ.